രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത് ചില ശബ്ദരേഖകളും ചില വെളിപ്പെടുത്തലുകളുമാണ്. അതുമായി ബന്ധപ്പെട്ട് പക്ഷേ നേരിട്ടുള്ള പരാതി പോലീസിലില്ല. പക്ഷേ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതേ സ്ഥിതി മുൻപ് ഉണ്ടായിട്ടും അന്ന് നിയമ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവും പോത്തൻകോട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ എം മുനീർ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ ഉൾപ്പെട്ട സ്വപ്ന സുരേഷ് 2022 മാതൃഭൂമി ന്യൂസിലടക്കം ചാനലുകളിലൂടെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ആ വെളിപ്പെടുത്തൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ലൈംഗിക അതിക്രമത്തിനുള്ള ശ്രമമുണ്ടായി, വളരെ മോശപ്പെട്ട രീതിയിൽ സന്ദേശങ്ങൾ അയക്കുകയും പെരുമാറുകയും ചെയ്തു എന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ സ്ത്രീപീഡന കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ കത്തിൽ പറയുന്നത്. ഈ വെളിപ്പെടുത്തൽ കൂടാതെ മറ്റൊരു ശബ്ദരേഖ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി. അതിലെ ശബ്ദം കടകംപള്ളി സുരേന്ദ്രനുമായി സാമ്യമുള്ളതാണ്, മറ്റൊരു സ്ത്രീയോട് സംസാരിക്കുന്നതാണ്. അതും വളരെ അശ്ലീല ചുവയുള്ള സംസാരമാണ്. അതിന്റെ പേരിലും അന്ന് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ മന്ത്രിമന്ദിരങ്ങളിൽ വരുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ കൈക്കലാക്കി പിന്നീട് അവരെ വളരെ മോശപ്പെട്ട താല്പര്യത്തോടെ സമീപിക്കുന്നു എന്നുള്ള ആരോപണം കൂടി ഈ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി കന്റോൺമെന്റ് പോലീസിൽ, കാരണം ഈ രണ്ട് ആരോപണങ്ങളും നടന്നിരിക്കുന്നത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. അതുകൊണ്ട് കന്റോൺമെന്റ് പോലീസ് ഇക്കാര്യത്തിൽ കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്.